ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിൽ തരുവണ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തരുവണ നടക്കലാണ് ഈ കറക്റ്റ് സ്ഥലം. ഇവിടെ വന്നത് മുഹമ്മദ് അലീനെ കാണാനാണ്. പുള്ളിക്ക് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് രാവിലെയും രാത്രിയും ഒരു ഗുളിക ഓടിക്കണം. മാനസികപരമായ വിഷയത്തിനുള്ള ഗുളികയാണ്. പക്ഷേ ഇപ്പം അങ്ങനെ വലിയ കാര്യമായ വിഷയങ്ങളൊന്നുമില്ല, ഗുളിക ഓടിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പിന്നെ ജോലിക്കൊക്കെ പോകുന്നതെല്ലാം ഉണ്ട്. അങ്ങനത്തെ അതിൻ്റെ പരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്നുമില്ല എങ്കിലും നമുക്ക് ചോദിച്ച് ഡീറ്റെയിൽസ് അവരോട് തന്നെ ചോദിച്ചറിയാം. ഈ പിന്നിൽ കാണുന്നതാണ് മുഹമ്മദ് അലീൻ്റെ വീട് കേട്ടോ. ഓക്കെ, എന്നാൽ നമുക്ക് അവരോട് കാര്യം സംസാരിക്കാം. അപ്പോൾ ഇതാണ് മുഹമ്മദ് അലിക്ക. ഇക്കാക്ക് പറ്റിയ നല്ലൊരു വധുവിനെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇക്ക, ഇന്ന് പണി കഴിഞ്ഞ് വന്നെയാ? ഇന്ന് പണിയില്ലേനോ? തൊഴിലുറപ്പിൻ്റെ അപ്പോൾ തൊഴിലുറപ്പിനാണല്ലേ പോകുന്നത്? നിങ്ങൾ ഏട്ടനാണോ? ഞാൻ ഏട്ടനാണ്. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 4 ആണും 3 പെണ്ണും. 4 ആണും 3 പെണ്ണും അല്ലേ? അപ്പോൾ എന്താണ് ശരിക്ക് ഇക്കാൻ്റെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഈ ഗുളിയാൻ്റെ ഒരു ഇതാവശ്യം മാത്രമേ ഉള്ളൂ. സ്ഥിരമായിട്ട് ഗുളിക ഓടിക്കണം. സ്ഥിരമായിട്ട് ഗുളിക. അതെങ്ങനെയാ വന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ കുറഞ്ഞ കാലം കൊണ്ട് വന്നയാ. എങ്ങനെ എന്തോ കണ്ട് പേടിച്ചാണോ? അല്ല, പേടിച്ചൊന്നുമില്ല. പിന്നെ എല്ലാണ്ട് തന്നെ വന്നയാ. എല്ലാണ്ട് എങ്ങനെ തുറന്ന് പറയാതെ? പിന്നെ എല്ലാണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം പെട്ടെന്നുള്ള ഒരു ഇതായിട്ട് വന്നതാണ്. അപ്പോൾ ആ ഗുളിക ഓടിച്ചാൽ വേറെ വിഷയമൊന്നും ഇല്ല അല്ലേ? ദേഷ്യം പിടിക്കുക, വയലൻ്റ് ആവുക, ഉറക്കക്കുറവ്, അങ്ങനത്തെ പ്രശ്നം ഉണ്ടോ? അതെ, ഗുളിക കുടിച്ചില്ല ഉറക്കക്കുറവുണ്ടാവും. കുടിച്ചില്ലെങ്കിൽ പിന്നെ ഉറക്കിന്റെ ഗുളികയല്ല, ഈ മാനസിക പ്രശ്നത്തിനുള്ള ഗുളിക കഴിക്കണം അല്ലേ? അത് 2 എണ്ണം കഴിക്കണം ഒരു ദിവസം. രാവിലെ രാത്രിയോ? 3 കഷ്ണം. അത് തന്നെ, രാവിലെയും രാത്രി അല്ലേ? അതെ. അപ്പോൾ അത് പിന്നെ കുടിക്കാണ്ടിരിക്കുമ്പോഴാണ് ഉറക്കക്കുറവിൻ്റെ ഒക്കെ വരുന്നത് അല്ലേ? കുറവ് വരും, ഭക്ഷണം വേണ്ടാണ്ട് ഉള്ള ഇതെല്ലാം വരും. അങ്ങനത്തെ ഗുളിക കുടിക്കാണ്ടിരുന്നാല്. അതെ, കുടിച്ചാൽ വേറെ വിഷയമൊന്നും ഇല്ലല്ലോ? വേറെ വിഷയമൊന്നുമില്ല. ജോലിക്ക് വന്നെടുത്ത് അങ്ങനെ വയലൻ്റ് ആവുക പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? പശുവിനെ നോക്കിയാണ്. എന്താ വെച്ചാൽ ഇതുവരെ അങ്ങനെ പോയാണ്. ഇപ്പം തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. എത്ര വയസ്സാ മമാലിക്കായ? 49. അപ്പോൾ ഇക്ക കല്യാണാലോചന നോക്കിയില്ലേനോ? അത് ഇത്ര വൈകിയേ? പിന്നെ ആദ്യമൊന്നും വേണ്ടെന്ന് പറഞ്ഞേ. ഇപ്പം കല്യാണം വേണമെന്നുള്ള ഒരു ഇതെത്തിയ നമ്മൾ എന്താക്കുന്നത് നോക്കുന്നത്. ആദ്യം ആലോചനൊക്കെ വന്നേരം വേണ്ടാന്ന് പറഞ്ഞാണ് അല്ലേ? ആദ്യം വന്നു കഴിഞ്ഞു. അത് പിന്നെ പെട്ടെന്ന് കല്യാണം നടക്കുന്നില്ല. പിന്നെ അസുഖം കൊണ്ട് വേണ്ടാന്ന് വെച്ചാ. ഈ അങ്ങനെ ഇപ്പം വലിയ പ്രശ്നങ്ങളും കാര്യമൊന്നും അങ്ങനെ ഇല്ലല്ലോ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അന്വേഷിച്ച് ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ മുമ്പോട്ട് വരിക. 49 വയസ്സല്ലേ ആയത്? നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ? 45 വരെ പോവാം. ഒരു 45 നോക്കാം അല്ലേ? അപ്പോൾ ആ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ ഭർത്താവ് മരിച്ചത്, ഡിവോഴ്സ് ആയതൊക്കെ ആളുകളാണ് ഉണ്ടാകുക. അത് നമുക്ക് പറ്റൂലേ? അതൊന്നും പറ്റണില്ല. കുട്ടികളുള്ള പറ്റുമോ? അതൊക്കെ കുട്ടികളില്ലാത്ത കുട്ടികളുള്ള അതുപോലെ ചെറിയ ഒരു ഗുളിക ഓടിക്കുന്ന അങ്ങനത്തെ വിഷയമുള്ളത് നമുക്ക് പറ്റുമോ? അത് പിന്നെ നമ്മൾ ആലോചിച്ച് തീരുമാനിക്കാനുള്ള കോളുകൾ വരട്ടെ, എന്തായാലും എന്നിട്ട് ആലോചിച്ച് ചെയ്യാം അല്ലേ? അതെ, ഒരു 45 വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചനയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഈ വീട്ടിൽ ആരൊക്കെയാ താമസം? അനിയനും ഉമ്മയും ഓനും തന്നെ. അനിയൻ്റെ 2 മക്കളുണ്ട്. അത് ശരി. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ദൂര പ്രശ്നം തന്നെയാണ്. ദൂരം വേണ്ടാന്നുള്ള ഒരു കണ്ടീഷനാണ്. വയനാട് ജില്ലയിൽ ഇവിടെ അടുത്ത് കിട്ടുമെങ്കിൽ വയനാട് ജില്ല മാത്രം മതി അല്ലേ? ഇപ്പോൾ വയനാട് ജില്ല മാത്രം മതി എന്നാണ് പറയുന്നത്. അപ്പോൾ വയനാട് ജില്ലേൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. വേറെ എന്താ പറയാനുണ്ടോ? വേറെ പറയാനുണ്ടോ? ഒന്നും പറയാനൊന്നുമില്ല കാര്യമായിട്ട്. നമ്മളിപ്പം അവസ്ഥകളെല്ലാം അറിയാലോ. ഇപ്പം ബന്ധപ്പെട്ടല്ല, ഇനിയിപ്പോൾ നമുക്ക് ബന്ധപ്പെടാലോ. ഇൻഷാ അല്ലാഹ്. മാലിക്ക എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. വരുന്ന ഭാര്യനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയുള്ള ആളായിരിക്കണം, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഗുളിക കഴിക്കുന്ന എൻ്റെ അടുത്ത് മാനസിക ഗുളിക കഴിക്കുന്ന അങ്ങനത്തെ വേണ്ടല്ല. അധികം ഇതെങ്കിൽ ബുദ്ധിമുട്ടല്ല. 2 ആളും ഗുളിക കഴിക്കുന്നത്. അതെ,
രണ്ടാളും ഒരേപോലത്തെ ആൾക്കാരെല്ലാം ഉണ്ട്. ആ അല്ലാതെ ചെറിയ അല്ലാണ്ടുള്ള എന്താ ബുദ്ധിമുട്ടാന്ന് നമുക്ക് പ്രശ്നമില്ല അല്ലേ, നോക്കിയിട്ട് ചെയ്യാം അല്ലേ. ഒരേപോലെയുള്ള ആളുകളാകുമ്പോൾ ബുദ്ധിമുട്ട് വരും. അതെ അതെ അതെ. ഇൻഷാ അല്ലാ ആയിക്കോട്ടെ. നിങ്ങൾ എത്ര വരെ പഠിച്ചിക്ക്? 10 ക്ലാസ്. 10ാം ക്ലാസ്സാ? 10 ക്ലാസ്സായതാ? തോറ്റതല്ലേ? അതിനുശേഷം പിന്നെ ഒന്നിനും പോയിക്കില്ല അല്ലേ? കൃഷിപ്പണി ഉണ്ട്, വയൽപ്പണി ഉണ്ട്, നാട്ടിപ്പണി, അങ്ങനത്തെ കൃഷിപ്പണി ഇപ്പം ഇല്ല ആൾക്കാലത്തല്ല. കൃഷിപ്പണി തന്നെയാണ് അല്ലേ. ഇപ്പം നമ്മൾ മെയിനായിട്ട് തൊഴിലുറപ്പിന് തന്നെയാണ് പോകുന്നത് അല്ലേ? വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അല്ല, അത് മുന്നേ പശുവിനെ കണ്ടു നോക്കല്. ഇപ്പോൾ അതിന് കാരണം എടുക്കലും. ഇപ്പോൾ തൊഴിലുറപ്പ് ഒരു 10-31 ദിവസമായി പണിക്ക് വന്നു. ആദ്യം തുടങ്ങി. ശരി. അപ്പോൾ ഇൻഷാ അല്ലാ എന്നായിക്ക് ആയിക്കോട്ടെ, വേറൊന്നും പറയാനില്ലല്ലോ. ബന്ധപ്പെട്ടാൽ നമ്മള് അതിനനുസരിച്ച് നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ. ആയിക്കോട്ടെ. നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ നമുക്ക് അതിനനുസരിച്ച് ഇതാക്കാലോ. ആയിക്കോട്ടെ ശരി എന്നായിക്കോട്ടെ. അസ്സലാമു അലൈക്കും. മുഹമ്മദ് അലിക്ക് ഏട്ടനൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടുള്ളത് അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. പിന്നെ വയനാട് ജില്ലേൻ്റെ ഉള്ളിൽ മാത്രം മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ. കാരണം അവർക്ക് ദൂരെ യാത്രയൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞത്. മൂപ്പർക്കായാലും അങ്ങനെ ഭാര്യ വീട്ടിൽ ഇടക്കിടക്ക് ദൂരെ ഈ ചുരം ഇറങ്ങിപ്പോയി വരിക എന്നെല്ലാം പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇവർക്ക് ഇവിടെ തന്നെയുള്ള ആലോചന വേണ്ടത്. വയനാട് വലിയ ജില്ലയാണ്, വയനാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന ആളുകളുണ്ട്, നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ വയനാട്ടിലുള്ളവർ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് പുള്ളിക്ക് പറ്റിയ ഒരു വധുവിനെ കണ്ടെത്താൻ കൂടെ നിൽക്കണം. പിന്നെ ഗുളിക കുടിക്കുന്നുണ്ട്, അതുകൊണ്ട് വിഷയങ്ങളൊന്നും ഇല്ല എന്നുള്ളതൊക്കെയാണ് അവർ പറഞ്ഞത്. എങ്കിൽ പോലും നിങ്ങൾ നല്ലപോലെ അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് വരണം. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമ്മളൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്, ഇങ്ങനെ ഒരാൾ ഇന്ന സ്ഥലത്തുണ്ട് നിങ്ങൾ അറിയിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. ബാക്കി നിങ്ങൾ തന്നെ ചെയ്യാൻ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇനി നിങ്ങൾക്കൊരു ഡോക്ടറെ അടുത്ത് പോയി ഒരു കൗൺസിലിങ്ങോ കാര്യങ്ങളോ എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതും നിങ്ങൾ ചെയ്തോ, അതിനും പ്രശ്നമില്ല. എന്നിട്ട് എല്ലാം ബോധ്യപ്പെട്ടിട്ട് എന്നാലാണ് വിവാഹ ജീവിതം ഒരുപാട് കാലം നിൽക്കുക. ഇത് കല്യാണം കഴിച്ച് അതിന് ശേഷം ഇത് ഞാൻ അറിയില്ല അത് ഇയാൾ അറിയില്ല അങ്ങനെയൊന്നും പറഞ്ഞ് ഡിവോഴ്സിലേക്കൊന്നും പോകരുത്. നല്ല രീതിയിൽ അന്വേഷിച്ച് അതിനെപ്പറ്റി പഠിച്ചിട്ട് മുമ്പോട്ട് വരിക. ഇപ്പോൾ ഇവിടുന്ന് ഇവരൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഏട്ടൻ്റെ ഭാര്യമാരെല്ലാം പറഞ്ഞ് നമ്മൾ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി, എന്നിട്ടൊന്നും ഇതുവരെ ഒരു പ്രശ്നവും ഞങ്ങളൊന്നും കണ്ടിക്കില്ല എന്നൊക്കെ ഉള്ളതാണ്. അങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചിട്ട് മാത്രം വരിക ഇൻഷാ അല്ലാ. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ. പിന്നെ ഞാൻ വീഡിയോ ചെയ്ത എല്ലാവരോടും പറയാനുള്ളത്, ഫോണിൽ പൈസ തീർന്നാൽ റീചാർജ് ചെയ്യണം. തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾ റീചാർജ് ചെയ്യണം. പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. ഫോൺ എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അർത്ഥമില്ല കേട്ടോ. വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കല്യാണം റെഡിയാകും വരെ നിങ്ങൾ ഫോൺ എടുത്തിരിക്കണം. കുറച്ചെടുത്ത് പിന്നെ നിങ്ങൾ ഫോൺ എടുക്കാണ്ടിരിക്കുക, നിങ്ങൾ എന്നെ വീഡിയോ എടുക്കാൻ വിളിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളെ കല്യാണം നടക്കൂല, നടക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത്. നടക്കാണ്ട് ഇങ്ങനെ ഒന്നിച്ച് കാര്യമില്ലല്ലോ. അപ്പോൾ കറക്റ്റ് അത് ഫോളോ അപ്പ് ചെയ്യണം. റീചാർജ് ചെയ്യുക, ഫോൺ കോളെല്ലാം എടുക്കുക. ആദ്യം കുറച്ച് നെഗറ്റീവ് കോളൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ഇനി വിളിക്കുന്ന എല്ലാവരും അങ്ങനെയാണ് നമ്മൾ വിധി എഴുതരുത്. ഒരു 10 എണ്ണം മോശമാണെന്ന് ഒരെണ്ണം നല്ല ഉണ്ടാവും, അതതിൻ്റെ അടുക്ക്. പക്ഷേ എല്ലാ കോളും എടുത്താലും നമുക്ക് തിരിയും. പറ്റാത്ത വേഗം ബ്ലോക്ക് ചെയ്ത് കളിയുക. പിന്നെ അധികം ഇടങ്ങാറുണ്ട്, നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കണം. ഇന്നത്തെ കാലത്തൊരു വിഷയമുള്ള കാര്യമൊന്നുമില്ല. അതുപോലെ ഫോണിൽ IP അഡ്രസ്സും കാര്യങ്ങളും വെച്ച് പെട്ടെന്ന് പോലെ പിടിക്കാനൊക്കെ പറ്റും, അതൊന്നൊരു വിഷയമല്ല. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നിർത്താണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.